അടുത്തൊരു ഉമ്മ പറയുന്നത് അനുസരിക്കണം, അവരെ വേദനിപ്പിക്കരുത്, ധിക്കരിക്കരുത് എന്നാണല്ലോ നമ്മുടെ ദീൻ പഠിപ്പിച്ചത്. ഞങ്ങൾ വീട് കെട്ടി ഭർത്താവിൻ്റെ ഉപ്പാൻ്റെ സ്ഥലത്താണ് വീട് കെട്ടിയത്. ഉപ്പ മുമ്പേ മരിച്ചു പോയി, മരണപ്പെട്ട് വീട് കെട്ടാൻ തുടങ്ങിയപ്പോൾ സ്ഥലം പേരിലാക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു. അപ്പോൾ അത് സാരല്ല, നിങ്ങൾ വീട് വെച്ചോളൂ, പിന്നീട് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് മാറ്റി. എന്നാൽ അത് പിന്നീട് സ്വന്തം അഥവാ ഹസ്ബൻഡിൻ്റെ പേരിലാക്കി മാറ്റൊന്നും ചെയ്തില്ല. പലപ്പോഴും നിർബന്ധിച്ചിട്ട് നടന്നില്ല. 2 സഹോദരിമാരുണ്ട്. പ്രയാസങ്ങൾ നേരിട്ട് 7 വർഷം വേണ്ടി വന്നു ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും പല ആളുകളിൽ നിന്നും കടമൊക്കെ വാങ്ങിയിട്ടാണ്, അതുപോലെ ഈ സ്ത്രീ പറയുന്ന ഇവരുടെ വീട്ടിലെ സഹോദരന്മാരുടെ അടുത്തൊക്കെ വാങ്ങിയിട്ടാണ് ഭർത്താവിൻ്റെ കുടുംബം പലപ്പോഴും ഇതിന് സഹായിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഭർത്താവ് ഗൾഫിലായിരുന്നു, അദ്ദേഹത്തിന് അവിടെ ആളില്ലാത്ത പ്രശ്നമായതുകൊണ്ട് കൊറോണയും കാര്യങ്ങളൊന്നും നാട്ടിലേക്ക് വരാനും പറ്റിയില്ല. 7 വർഷത്തെ പ്രവാസം കഴിഞ്ഞ് വന്ന ശേഷവും ഉമ്മനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ സ്ഥലം ഒന്ന് പേരിലാക്കി തരാൻ വേണ്ടിയിട്ട്, പക്ഷെ അതൊന്നും അവർ ചെയ്തില്ല. 3 പെൺമക്കളുണ്ട്, അഥവാ ഹസ്ബൻഡിന് 3 സഹോദരിമാരുണ്ട്. പിന്നെ ഉമ്മ അവർ പറയുന്നതാണ് അനുസരിക്കുന്നത്, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. പെങ്ങന്മാരോട് ചോദിച്ചു, അവർ പറഞ്ഞത് നിങ്ങളോട് ആരാണ് ഇതൊക്കെ പറഞ്ഞത്, നല്ല നിരപ്പായ സ്ഥലത്തല്ലേ നീ വീട് വെച്ചത്, അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലൊരു സ്ഥലമില്ല, അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലം നിൻ്റെ പേരിൽ ഞങ്ങൾ തരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്. എല്ലാവരെയും ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലാഗ്രഹിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഇത്രയും പൈസയൊക്കെ ചിലവഴിച്ച് വെച്ചൊരു വീടിന് പോലും സ്വന്തമായ ഒരു അഡ്രസ്സും കാര്യങ്ങളും ഇല്ലാത്ത രൂപത്തിലേക്കൊക്കെയാണ് ഉമ്മമാർ. അപ്പോൾ ഇങ്ങനെ ഉമ്മമാർ പറയുന്നതും അനുസരിക്കേണ്ടതുണ്ടോ, ഉമ്മമാരോട് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ ധിക്കാരമായി തീരുമോ എന്നാണ് ഈ സഹോദരി ചോദിക്കുന്നത്. ഇതിൽ വലിയ പാഠമുണ്ട് നമുക്ക്. ഇസ്ലാമികമായി തന്നെ ചിന്തിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ കൃത്യതയും വ്യവസ്ഥയും എഴുത്തും ഒക്കെ വേണം. ആരുമായിട്ടാണെങ്കിലും, വാപ്പി മകനുമാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും ആരുമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും എന്ത് ചെയ്യും, ഷെയർ എന്ന് പറഞ്ഞ് പൈസ വാങ്ങും, കച്ചവടം പരാജയപ്പെടും, അപ്പോൾ എന്ത് ചെയ്യും, പൈസ തിരിച്ചു കൊടുക്കില്ല, കൊടുക്കാൻ കഴിയില്ല, കാരണം ഷെയർ ആണെങ്കിൽ തിരിച്ചു കൊടുക്കുക. പക്ഷേ കൊടുത്ത ആളോട് അന്ന് അഗ്രിമെൻ്റ് ഒന്നും പറയാത്തതുകൊണ്ട് എന്ത് ചെയ്യും, അദ്ദേഹം പറയും എൻ്റെ പൈസ എനിക്ക് തിരിച്ചു വേണം, ഞാൻ നിനക്ക് എന്താണ് ഒരു ലാഭത്തിന് വേണ്ടി തന്നതാണ്, അതുകൊണ്ട് നഷ്ടം ഞാൻ അറിയില്ല എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ എഗ്രിമെൻ്റ് ഉണ്ടായിക്കണമെങ്കിൽ എന്താണ്, ഒരു കച്ചവടം പൊളിഞ്ഞാൽ നമ്മളൊന്നും അറിയണ്ട, ആ എഗ്രിമെൻ്റ് പേപ്പർ കാണിച്ചു തന്നാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഈ കോടികൾ ഉണ്ടാക്കി എല്ലാവരും പിരിക്കട്ടെ. ഇവിടെ ഒരു വീട് ഇയാളുടെ എക്സ്പെൻസിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 10 ലക്ഷമോ 12 ലക്ഷമോ ഒരു ഭൂമിയിൽ നമ്മൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അത് നിക്ഷേപിക്കുമ്പോൾ അതാർക്കായിരിക്കും ലഭിക്കുക എന്നതിന് കൃത്യത ഉണ്ടാക്കണം. കാരണം ആദ്യ സമയത്ത് കൊടുക്കാത്ത ഒരാൾ പിന്നെ തരും എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. തരാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആദ്യം തന്നെ കൊടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടെ സഹകരിച്ച് ഒപ്പുവെച്ചാലേ ഇയാൾക്കത് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് ചെയ്യുന്ന ആളുകളൊക്കെ ഇത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മൾ എവിടെ ഒരു പൈസ വെക്കുകയാണെങ്കിലും അത് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ട് ചെയ്യാം എന്നാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഇപ്പം എന്തായാലും ഇവർ താമസിച്ചു പോണ വീടാണ്, ആ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരങ്ങനെ താമസിച്ചു പോവുക. ഇറങ്ങാൻ പറയുന്ന ഒരു കാലം വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, അപ്പോൾ ഒരു വീടിനെ പറ്റി ആലോചിക്കുക എന്നുള്ളത് ഇപ്പോൾ തൽക്കാലം പറ്റുള്ളൂ. അതല്ലാത്തൊരു പരിഹാരം നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഉമ്മനോട് എതിര് പറയാന്ന് വെച്ചാൽ ഉമ്മനെ നമുക്ക് എന്താ വെച്ചാൽ എതിര് പറയുന്നോട് കാര്യമില്ല. ഉമ്മനെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ കാര്യങ്ങൾ നല്ല നിലക്ക് ഉമ്മനോട് പറയാം, ആരോടും പറയാലോ. അത് മര്യാദക്കും അച്ചടക്കത്തിലും ബഹുമാനത്തിലും പറയാം. അത് ഉമ്മക്ക് മനസ്സിലായിട്ട് പരിഹരിക്കണമെങ്കിൽ പരിഹരിക്കട്ടെ, അല്ലെങ്കിൽ അതാണ് വിധിയെന്ന് ആലോചിക്കുക, അല്ലാതെ അതിന് പരിഹാരം. ഈ സാമ്പത്തികമായ കാര്യങ്ങളിൽ അതുപോലെ ഈ അനന്തര സ്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം കർക്കശം പാലിക്കണം. അത് ഈ നീട്ടിക്കൊണ്ടുപോകും ഇതിന്റെ അഡീഷണൽ. അതെ, അത് അനന്തരാവകാശങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത് എപ്പോഴും കോംപ്ലിക്കേഷൻ. കാരണം ഒരാൾ മരണപ്പെട്ടു പോകുക ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു കേസിൽ നമുക്ക് ആ ഒരു രൂപത്തിലും കൂടെ അതൊക്കെ ഉടനെ തന്നെ, അതായത് ഒരാൾ മരണപ്പെട്ടാൽ ഉടനെ ചെയ്യേണ്ട കാര്യമാണെന്ത്, അയാളുടെ മരിച്ചതിനുള്ള എക്സ്പെൻസ് ആയി എടുക്കുക, അയാളെ കടങ്ങൾ വീട്ടുക, അയാളെ വസീയത്ത് നിർവഹിക്കുക, ബാക്കി അനന്തരാവകാശികൾക്ക് കൊടുക്കുക. അത് ഉടനെ ചെയ്യേണ്ടത്. അതാണ് ആ കാര്യങ്ങളില്ലാത്തതിന്റെ പേരിലാണ് ഇതൊക്കെ പലപ്പോഴും